ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയുള്ള ഒരു നാടൻ കറി കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഉണക്കപ്പയർ, അതുപോലെ ചേന, പിന്നെ വാഴയ്ക്ക, ഇതെല്ലാം വെച്ചിട്ടുള്ള നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം വാഴയ്ക്ക എടുത്തിട്ടുണ്ട്, അത് ചെറുതാക്കി എരിഞ്ഞിട്ടുണ്ട്. അതുപോലെ ചേന ചെറുതാക്കി എരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക്, ഇതെല്ലാം ആവശ്യമായിട്ടുണ്ട്. നമ്മളിതിലേക്ക് സവാളയൊന്നും ചേർക്കുന്നില്ല കേട്ടോ, ഇത്രയും മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ആദ്യം തന്നെ നമുക്ക് പയറൊന്ന് നേരത്തെ വേവിച്ചെടുത്ത് വെക്കണം. അപ്പോൾ ഞാൻ പയറൊക്കെ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ആ ബാക്കി ഒരു വാഴയ്ക്കയും അതുപോലെ ചേനയൊക്കെയില്ലേ, അതൊരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞിടണം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3-4 വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗമൊന്നും വീഡിയോ എടുത്തിട്ടില്ല. വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. മിക്സി ജാറിലേക്ക് കുറച്ച് തേങ്ങ, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമേ, അതും കൂടി ഇട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അരിഞ്ഞു പോകരുത്, വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ വെന്തിരിക്കുന്ന ആ ഒരു കൂട്ടിലേക്ക് നമുക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഉണക്കപ്പയറും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എല്ലാ കഷ്ണങ്ങളെല്ലാം പയറും വെന്തിരിക്കുന്നതാണ്. അപ്പം ഈ ഒരു മസാലയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് കുഴച്ച് ഞാൻ നന്നായിട്ട് ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ അധികം കട്ടിയില്ല, അധികം ചാറുമില്ലാതെയാണ് ഞാൻ ഇതെടുത്തേക്കുന്നത്. ഒന്ന് കുറുകിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. അതിനുവേണ്ടി ചട്ടി വെച്ച് കൊടുക്കുക. അതിലേക്ക് എണ്ണ ചൂടാകുമ്പം കറിവേപ്പില, ഉണക്കമുളക്, ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ കടുക് താളിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല കറിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ചൊരു കുഴമ്പ് പോലത്തെ ആ ഒരു പരുവത്തിലെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടുകും കൂടെ താളിച്ചിടുമ്പോൾ ഒരു രക്ഷയില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആ കടുകൊക്കെ താളിച്ചിട്ട് ആ മണമൊക്കെ ഇങ്ങനെ വരും കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല സൂപ്പറായിട്ടുള്ള കറി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.